അപ്പൊ മക്കളെ, ട്രയൽ ബാലൻസ് കഴിഞ്ഞു, റെക്ടിഫിക്കേഷൻ എറേഴ്സ് തുടങ്ങി. അപ്പൊ എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ സ്പീഡ് കൂട്ടാതെ നല്ല വൃത്തിക്ക് പഠിക്കുക. ഓരോ പ്രോബ്ലംസും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ടോപ്പിക്ക് നമ്മൾ എടുക്കാൻ പോകുന്നത് എറേഴ്സ് ഓഫ് കമ്മീഷനെ കുറിച്ചിട്ടാണ്. എറേഴ്സ് ഓഫ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എമൗണ്ട് എഴുതുന്നിടത്ത് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാകാം, ഉണ്ടായിക്കൂടെ? ഒരു എക്സാമ്പിൾ പറയാം. 500 രൂപ എഴുതുന്നിടത്ത് പകരം നിങ്ങൾ 50 രൂപ എഴുതി പോകാണ്ടാവല്ലോ, മിസ്റ്റേക്ക് സംഭവിച്ചു പോവാം. ഓക്കെ, അതേമാതിരി ഒരു വ്യക്തിന്റെ പേര് എഴുതുന്നിടത്ത് പകരം വേറെ വ്യക്തിന്റെ പേര് എഴുതാം. ഡെപ്റ്റർ എഴുതേണ്ട പകരം ക്രെഡിറ്റർ എഴുതി പോയിട്ടുണ്ടായിരിക്കാം. അങ്ങനെയെല്ലാം എറേഴ്സ് വന്നിട്ടുണ്ടായിരിക്കും, മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടാവാം. അങ്ങനത്തെ എറേഴ്സിനെയാണ് എറേഴ്സ് ഓഫ് കമ്മീഷൻ എന്ന് പറയുന്നത്. അതേമാതിരി റോങ് ആയിട്ട് ടോട്ടൽ ചെയ്ത് പോയിട്ടുണ്ടായിരിക്കാം, റോങ് ആയിട്ട് ബാലൻസ് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കാം, അതേമാതിരി പിന്നെ റോങ് പോസ്റ്റിംഗ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഇങ്ങനെ വരുന്ന എറേഴ്സിനെ നമ്മൾ എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾസ് എന്ന് പറയാം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഷബീർ എന്നൊരു വ്യക്തിന്റെ അടുത്ത് നിന്ന് ക്യാഷ് കിട്ടി. എത്ര രൂപ? 2000 രൂപ ക്യാഷ് കിട്ടി. അത് ക്രെഡിറ്റ് ചെയ്തത് ഷമീർ എന്നൊരു വ്യക്തിന്റെ പേരിലാണ് ക്രെഡിറ്റ് ചെയ്തത്. ക്ലിയർ ആയോ? പോയിന്റ് ക്ലിയർ ആയോ? ഷമീർ സത്യത്തിൽ എന്റെ ക്രെഡിറ്റർ ആയിരുന്നു, ഷബീർ എന്റെ ഡെപ്റ്റർ ആണ്. സോ ഷബീർ എഴുതിൻ്റെ അടുത്ത് പോലെ ഷമീർ എഴുതിപ്പോയി. ഇസ് എറേഴ്സ് ഓഫ് കമ്മീഷനാണ്. അതേമാതിരി ഇപ്പം എക്സാമ്പിൾ എടുക്കുക. ഒരു 500 രൂപ 4500 ഇതിന്റെ എമൗണ്ടിന് പകരം 450 എഴുതിപ്പോയി. ഇസ് എൻ എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾസ്. ഓക്കെ, ഒരു എക്സാമ്പിൾ എടുക്കാം നമുക്ക്. നിങ്ങൾക്ക് ഇത് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾസ് ട്രയൽ ബാലൻസിനെ ബാധിക്കോ ഇല്ല എന്നുള്ളത് നോക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾസ് എടുത്ത് നോക്കാം. ഇത് നമ്മൾ ട്രയൽ ബാലൻസ് അല്ലേ? ഓക്കെ, നമ്മൾ നേരത്തെ ട്രയൽ ബാലൻസ് എടുക്കാം. അപ്പോൾ ജസ്റ്റ് കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും. അതെ, ഇതാണ് നമ്മൾ ട്രയൽ ബാലൻസ് വിചാരിച്ചോ. ഓക്കെ, ഇപ്പൊ നമ്മൾ എൻട്രി ചെയ്തത് ഇങ്ങനെയാണ്. ഓക്കെ, പുതിയതായി വരയ്ക്കാം. ജസ്റ്റ് ചെറുത് മതി. ഓക്കെ, ക്യാപിറ്റൽ 1 lakh, ക്രെഡിറ്റ് സെല്ല് ക്യാഷ് 1 lakh, ക്രെഡിറ്റേഴ്സ് 20,000 രൂപ, പർച്ചേസ് 20,000 രൂപ. ഇപ്പൊ രണ്ട് സൈഡ് ഈക്വൽ അല്ലേ? 1,20,000 1,20,000. ഇതാണ് എൻട്രി. ക്യാഷ് കിട്ടി. ക്യാഷ് ഓക്കെ, എങ്ങനെ എടുക്കും? ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റർ. ക്രെഡിറ്റേഴ്സ് പൈസ കൊടുത്തു 4,500 രൂപ. പക്ഷെ ക്രെഡിറ്റേഴ്സിന്റെ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്ത് എത്രയാണ്? 450 രൂപ. അപ്പൊ നമ്മൾ സാധാരണ എന്താ എൻട്രി ഇടുക? അപ്പൊ കുറച്ചുകൂടി മനസ്സിലാവും. ക്രെഡിറ്റേഴ്സിന് പൈസ കൊടുക്കുമ്പോൾ എൻട്രി ഇടുക. ഇപ്പൊ നമ്മൾ ക്രെഡിറ്റേഴ്സ് ഇയാളെ ക്രെഡിറ്റേഴ്സ് ആക്കുക. ഇയാളെ പേര് എക്സ് ആണ് കേട്ടോ. സോ എക്സിന് ക്യാഷ് പേ ടു എക്സ് ആണ്. അപ്പൊ എൻട്രി ഇടുന്ന സമയത്ത് ഞാൻ എൻട്രി ഇടുന്നത് എക്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ആണ്. ഞാൻ എൻട്രി എഴുതാം. ഈ എക്സിന്റെ അക്കൗണ്ടിൽ ഞാൻ 450 ക്യാഷ് ഞാൻ എത്ര ചെയ്തു? 4,500 മൈനസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ എഫക്ട് എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതിന്റെ ഇവിടെ ക്രെഡിറ്റേഴ്സിന്റെ അക്കൗണ്ടിൽ 450 രൂപ കുറയുള്ളൂ. ഓക്കെ, ബാക്കി 19,550 രൂപ ഉണ്ടാവും ഇവിടെ. എത്രല്ലേ വരിക? 20,450 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 20,450 പോയിട്ടുള്ളൂ. പക്ഷേ 19,550. ഓക്കെ, ഇനി ഞാൻ ഇവിടെ ക്യാഷിന് എത്ര കുറച്ചിട്ടുണ്ടാവും? എക്സ് 450 കൊടുത്തിട്ടുള്ളൂ എന്ന് കാണിച്ച്, പക്ഷേ ക്യാഷിന് 4,500 കുറച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും? 1 ലാഖിൽ നിന്ന് ക്യാഷ് 4,500 പോയി കഴിഞ്ഞാൽ എൻ്റെ ക്യാഷ് ബാലൻസ് ഇവിടെ 95,500 ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവിടെ 1 ലാഖ് പോയിട്ട് 95,500, എൻ്റെ ക്യാഷ് ഇവിടെ 20,000 പോയിട്ട് 19,550 ആയിരിക്കും ഉണ്ടാവുക. എൻ്റെ ബാലൻസ് ടാലിയാവോ? ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ 1,19,550, ഇവിടെ 95,500 പ്ലസ് 20,000, 1,15,500. സോ ഇതൊരു എറേഴ്സ് ഓഫ് കമ്മീഷനാണ്. എന്താ സംഭവിച്ചത്? ഇവിടെ എമൗണ്ട് ഇതിനോടത്തുള്ള ചെറിയൊരു മിസ്റ്റേക്ക് വന്നതാണ്. അങ്ങനെ മിസ്റ്റേക്ക് വന്നത് എത്രയുണ്ടായിരുന്നു? 4,500 ഇതിനടുത്ത് വരും, 400 രൂപ പോയി. അങ്ങനെ എമൗണ്ട് വരിക, അല്ലെങ്കിൽ പാർട്ടിന്റെ പേര് മാറുക, അങ്ങനെയൊക്കെ വരുന്നതാണ് എറേഴ്സ് ഓഫ് കമ്മീഷൻ എന്ന് പറഞ്ഞത്. എറേഴ്സ് ഓഫ് കമ്മീഷൻ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ട്രയൽ ബാലൻസ് ടാലി ആയിരിക്കില്ല, ട്രയൽ ബാലൻസിൽ മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും. ഓക്കെ,
സോ നെക്സ്റ്റ് എറേഴ്സ് നമുക്ക് പഠിക്കാനുള്ളതാണ്. നമുക്ക് പഠിക്കാനുള്ള സിമ്പിൾ എറേഴ്സ് ആണ്. എക്സാമിന് അധികം ചോദിക്കാറില്ല, എന്നാലും വൺ വേർഡിൽ എവിടെയെങ്കിലൊക്കെ വേറെ വരാൻ ചാൻസ് ഉള്ള സാധനമാണ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എന്ന് പറഞ്ഞ സാധനം. കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമുക്കൊരു വേണ്ടിയിട്ട് വേറൊരു മിസ്റ്റേക്ക് കൊണ്ട് അത് കറക്റ്റ് ആക്കുക. ഓൾറെഡി തെറ്റ് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം എനിക്ക്, ആ തെറ്റ് തിരുത്താൻ ഞാൻ എന്ത് ചെയ്യുക, വേറെ ശരിയുള്ള സാധനം വീണ്ടും ഞാൻ തെറ്റാക്കുക, എന്നാലും ഇത് രണ്ടും ശരിയാവുള്ളൂ. അങ്ങനെ എറേഴ്സിനെയാണ് എന്ത് പറയുക, കോമ്പൻസേറ്റിംഗ് എറേഴ്സ് പറയാം. ഓക്കെ, കോമ്പൻസേറ്റിംഗ് എറേഴ്സ് പറയുന്നത് കോമ്പൻസേറ്റിംഗ് എറേഴ്സ് ആർ ദോസ് എറേഴ്സ് വിച്ച് ഇസ് കോമ്പൻസേറ്റ് ഈച്ച് അതർ. എക്സാം ശ്രദ്ധിച്ചോ, അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവേ. ഇപ്പോൾ ഒരു ട്രയൽ ബാലൻസ് ഇല്ല ഇവിടെ, രണ്ട് സൈഡിലും 1,50,000 രൂപ 1,50,000 രൂപ ബാലൻസ് ഉണ്ട്. ശ്രദ്ധിച്ചോ, ഈ പർച്ചേസിൽ 4,000 രൂപ ഉണ്ട്. ഈ 4,000 രൂപയിൽ ഞാനൊരു ഇല്ലാത്തൊരു പർച്ചേസ് കൂട്ടി കാണിച്ചത്, അതായത് പർച്ചേസ് ബുക്ക് ഞാൻ കൂട്ടി കാണിച്ചിട്ടാണ്, ഓവർകാസ്റ്റ് ആയിട്ട് കാണിച്ചിട്ടാണ്. അങ്ങനെയാണ് 4,000 ആയത്. അപ്പോൾ ആക്ച്വലി എൻ്റെ പർച്ചേസിൽ 3,000 രൂപ ഉണ്ടായിരുന്നുള്ളൂ. 1,000 രൂപ ഞാൻ എന്ത് ചെയ്തതാ, ഞാൻ അറിയാതെ കൂട്ടിപ്പോയതാ. അങ്ങനെയാണ് എനിക്ക് ടോട്ടൽ എത്ര പർച്ചേസ് കിട്ടിയത്, 4,000. അപ്പോൾ എനിക്ക് പിന്നീടാണ് ട്രയൽ ബാലൻസ് ഉണ്ടാക്കിയപ്പോഴാണ് മനസ്സിലായത് ഇവിടെ 4,000 അല്ല വേണ്ടത്, സത്യത്തിൽ ഇവിടെ എത്ര വേണ്ടത്, 3,000 ആണ് വേണ്ടത്. ഞാൻ ഇല്ലാത്ത പർച്ചേസ് 1,000 രൂപ കൂട്ടിയതാണ്. സോ അവിടെ പർച്ചേസ് 3,000 ആയി. അപ്പോൾ എൻ്റെ ഇവിടെ എമൗണ്ട് 1,04,000 ആയിട്ട് മാറി, 1,05,000 ആയി. അപ്പോൾ എനിക്ക് മുന്നിൽ വേറൊരു ഓപ്ഷൻ ഇല്ലെങ്കിൽ ട്രയൽ ബാലൻസ് ശരിയാക്കും വേണം. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ സെയിൽസ് ഇവിടെ 1,04,000 ആവണം, അതേമാതിരി ഇവിടെ 1,04,000 ആവണം, വേണ്ടേ? അപ്പോൾ ഞാൻ വെച്ചാൽ ഈ സെയിൽസ് കറക്റ്റ് അല്ലേ, സെയിൽസ് കറക്റ്റാണ്. അപ്പോൾ ഞാൻ കൂട്ടിക്കിടക്കുന്ന ഈ സെയിൽസ് എന്ന് എന്ത് ചെയ്യും, ഞാൻ ഒരു 1,000 രൂപ കുറക്കും. സെയിൽസിന് 1,000 രൂപ കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്രയായിട്ട് മാറും, സെയിൽസിന് 1,000 കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ എമൗണ്ട് എത്രയായിട്ട് മാറും, 4,000 ആവുമല്ലോ. അപ്പോൾ ഇവിടുത്തെ എമൗണ്ട് 4,000 അല്ലോ. അപ്പോൾ എന്താ സംഭവിച്ചത്, ഇവിടെ തെറ്റെവിടെയായിരുന്നു, തെറ്റുണ്ടായിരുന്നത് ഇവിടെ ആയിരുന്നു. തെറ്റുണ്ടായത് എവിടെയായിരുന്നു, ഇവിടെ ആയിരുന്നു തെറ്റുണ്ടായിരുന്നത്. ഇവിടെ എത്ര ഉണ്ടായിരുന്നത്, ആക്ച്വലി 4,000 ഉണ്ടായിരുന്നത്. പക്ഷേ അത് എന്ത് സംഭവിച്ച്, 3,000 ആക്ച്വലി ഉള്ളൂ. 1,000 രൂപ ഞാൻ എന്ത് ചെയ്തു, ഇല്ലാത്തൊരു 1,000 രൂപ കൂട്ടി കാണിച്ചതുകൊണ്ട് അവിടെ ബാലൻസ് കുറഞ്ഞു. പിന്നെ അതേമാതിരി അപ്പോൾ അത് ഈ മിസ്റ്റേക്ക് റെഡിയാക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, ഈ എറേഴ്സ് റെഡിയാക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, ശരിയായി കിടക്കുന്ന ഒരു സെയിൽസ് ഉണ്ടായിരുന്നു, ആ സെയിൽസിനെ കൊണ്ടുപോയിക്കാണ്ട് ആ സെയിൽസിൽ നിന്ന് എത്ര കുറച്ചു, 1,000 കുറച്ചു. അപ്പോൾ 5,000 ഉണ്ടായിരുന്ന സെയിൽസിൽ നിന്ന് 1,000 കുറച്ചപ്പോൾ എൻ്റെ സെയിൽസ് 4,000 ആയി. ഇപ്പം ട്രയൽ ബാലൻസ് ശരിയായിട്ടുണ്ട്. സോ ഇങ്ങനത്തെ എറേഴ്സാണ്. ഒരു എറേഴ്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വേറൊരു എറേഴ്സിനെ കോമ്പൻസേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എന്ന് പറയുക. അപ്പോൾ ഈ കോമ്പൻസേറ്റിംഗ് എറേഴ്സിൻ്റെ കേസിൽ ട്രയൽ ബാലൻസ് ശരിയായിരിക്കുമല്ലോ. ദർ ഇസ് എ നോ എഫക്ട് ഇൻ ദി എമൗണ്ട് ഓഫ് ട്രയൽ ബാലൻസ്. ഇത്ര ടൈപ്സ് ഓഫ് എറേഴ്സാണ് നമുക്ക് പഠിക്കാറുള്ളത്. എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾസ്, എറേഴ്സ് ഓഫ് ഒമിഷൻ, എറേഴ്സ് ഓഫ് കമ്മീഷൻ, എറേഴ്സ് ഓഫ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. ഈ എറേഴ്സ് ഓഫ് കമ്മീഷനിങ് നമ്മൾ പഠിക്കാനുണ്ട്. എറേഴ്സ് ഓഫ് കമ്മീഷൻ എക്സാമിൽ കൂടുതൽ ചോദിക്കാറുണ്ട്. എറേഴ്സ് ഓഫ് കമ്മീഷൻ ടൈമിൽ ട്രയൽ ബാലൻസ് ശരിയായിരിക്കുമോ, ട്രയൽ ബാലൻസ് നോട്ട് ടാലി എന്നായിരിക്കും, ഡിസ്അഗ്രിമെൻ്റ് ആയിരിക്കും കേട്ടോ. ഡിസ്അഗ്രിമെൻ്റ് ആണ് ട്രയൽ ബാലൻസ് ഉണ്ടാവുക കേട്ടോ. സോ ട്രയൽ ബാലൻസ് ടാലി ആയിരിക്കില്ല, ശ്രദ്ധിച്ചിരിക്കുക. ഡിസ്അഗ്രിമെൻ്റ് ഓഫ് TB ആയിരിക്കും, ട്രയൽ ബാലൻസ് ആയിരിക്കും കേട്ടോ. അപ്പം ഏതൊക്കെ കേസ്, ഞാൻ ഇത് ഈ വീഡിയോ സമ്മറൈസ് ചെയ്യാണ്, ഏതൊക്കെ എറേഴ്സാണ് നിങ്ങൾക്ക് ട്രയൽ ബാലൻസിനെ ബാധിക്കുന്നത്. ട്രയൽ ബാലൻസ് ടാലി ആവുന്ന എറേഴ്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾസ്, രണ്ടാമത്തത് കംപ്ലീറ്റ് ഒമിഷൻ, തേർഡ് വൺ കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. ഈ ട്രയൽ ബാലൻസ് ടാലി ആവാത്തത്, ടാലി ആവാത്ത എറേഴ്സ് പറയുമ്പം, അതായത് തെറ്റായിരിക്കും, ഡിഫറൻസ് ഉണ്ടായിരിക്കുന്ന എറേഴ്സ്. ഒന്നാമത് എറേഴ്സ് ഓഫ് കമ്മീഷൻ, രണ്ടാമത്തത് പാർഷ്യൽ ഒമിഷൻ. ഓക്കെ ക്ലിയർ. ലാസ്റ്റ് പോയിന്റ്, സസ്പെൻസ് അക്കൗണ്ട് എന്ന സാധനം നമുക്ക് ഓൾറെഡി നേരത്തെ പഠിച്ചു. സസ്പെൻസ് അക്കൗണ്ട് നിങ്ങൾ എവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, പാർഷ്യൽ ഒമിഷൻ ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യും, സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഓവർകാസ്റ്റ് ഓർ അണ്ടർകാസ്റ്റ് തന്നു കഴിഞ്ഞാൽ, നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. നമ്മൾ ചെയ്യാൻ പോകുന്ന 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ 20 ക്വസ്റ്റ്യൻസിൻ്റെ അകത്ത് എല്ലാ ക്വസ്റ്റ്യൻസ്, എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾസ്, കമ്മീഷൻ എല്ലാവരും വരും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കയറുക. ആ 20 ക്വസ്റ്റ്യൻസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ അത് വരുന്നുണ്ട്. സോ എന്നൊക്കെ പറയുന്നത്. സോ സസ്പെൻസ് അക്കൗണ്ട് പേ ചെയ്യുക. സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നത്
ക്വസ്റ്റ്യനിൽ ഓവർകാസ്റ്റ് അണ്ടർകാസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. പാർഷ്യൽ ഒമിഷൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ഈ സാധനം ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെ കേസ്, ഏതൊക്കെ കേസ് ട്രയൽ ബാലൻസിനെ ബാധിക്കുക, ഏതൊക്കെ കേസ് ട്രയൽ ബാലൻസിനെ ബാധിക്കാത്തത്. സോ നെക്സ്റ്റ് വണ്ണാണ് ഈ ചാപ്റ്റേഴ്സിന്റെ കോറായി കിടക്കുന്ന ഇമ്പോർട്ടൻ്റ് ടോപ്പിക്ക്. ഇവിടെ തന്നെ വെയിറ്റ് ചെയ്തോ. ജസ്റ്റ് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.